ആദരണീയനായ അധ്യക്ഷൻ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇടവനക്കാട്ടെ ഈ വാച്ചാക്കൽ എന്ന ഈ പറഞ്ഞതുപോലെയുള്ള ഈ വളരെ വിശിഷ്ടമായ ഈ പ്രദേശത്തെ, പ്രത്യേകിച്ചും പി കെ ബാലകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ നടന്ന ഈ മണ്ണിൽ വളരെ പ്രബുദ്ധരായ ബഹുജനങ്ങളെ, ലൈബ്രറി കൗൺസിലിൻ്റെയും മറ്റ് വായനശാല, ഗ്രന്ഥശാല പ്രസ്ഥാനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ വന്ദനം, സ്നേഹം അറിയിക്കുകയാണ്. ഇവിടേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിലും പി കെ ബാലകൃഷ്ണനെക്കുറിച്ച് തന്നെ ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുമുള്ള എൻ്റെ സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10 വർഷത്തോളം മുമ്പ്, 2014 ഇതിനടുത്ത് തന്നെയുള്ള മറ്റൊരു സാംസ്കാരിക കേന്ദ്രത്തിൽ ശ്രീ സുധീഷ് എം രഘു, മറ്റ് സുഹൃത്തുക്കളും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഇലിയാസ് അടക്കമുള്ള നിരവധി മറ്റ് സുഹൃത്തുക്കളൊക്കെ കൂടി തന്നെ വിളിച്ച് നമ്മൾ പി കെ ബാലകൃഷ്ണൻ്റെ മറ്റൊരു അനുസ്മരണ പരിപാടി 10 വർഷം മുമ്പ് നടത്തിയതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്ന് ഡോക്ടർ അജു നാരായണനുമായിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അന്ന് ശ്രീ ഹരി, ഇപ്പോഴത്തെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് അന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഏതായാലും പി കെ ബാലകൃഷ്ണൻ്റെ സ്മരണ, അദ്ദേഹത്തിൻ്റെ ജീവിതവും പോരാട്ടവും എഴുത്തും പത്രപ്രവർത്തനവും അങ്ങനെ വിവിധ തുറകളിലുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്രമായ സംഭാവനകൾ കേരള സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യക്കും ലോകത്തിൻ്റെ തന്നെ വൈജ്ഞാനിക സാംസ്കാരിക രംഗങ്ങളിൽ മുതൽക്കൂട്ടാകുന്നു. പ്രത്യേകിച്ചും ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ തലത്തിൽ വളരെ വ്യത്യസ്തമായ വിമർശാവബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രചനകളാണ് പി കെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും വിദ്യാർത്ഥികളും സർവകലാശാല വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ അദ്ദേഹത്തെ പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കേരളത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആധുനിക സംസ്കാരം, ആധുനിക ജനായത്വ സംസ്കാരം, ആ നവോത്ഥാന സംസ്കാരം എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ചുള്ള വലിയ വിമർശ വിചാരങ്ങൾ അവതരിപ്പിക്കുകയും അതിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വം, ചിന്തകനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും പത്രാധിപരും ഒക്കെയാണ്. വിവിധ തുറകളിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിലയിരുത്തുമ്പോൾ എഴുത്തുകാരൻ, ചിന്തകൻ, നോവലിസ്റ്റ്, അതുപോലെ ചരിത്രകാരൻ, അതുപോലെ തന്നെ ഒരു ആന്തോളജി എഡിറ്റ് ചെയ്യുന്ന ഒരു സമ്പാദകൻ എന്ന നിലയിൽ, പത്രാധിപർ എന്ന നിലയിൽ, അങ്ങനെ വിവിധ തുറകൾ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് തന്നെ നമുക്ക് വിശദമായി സംവാദങ്ങൾ നടത്താം. അപ്പോൾ ആ രീതിയിൽ സമഗ്രമായ തലത്തിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ വലിയൊരു പത്രപ്രവർത്തകയും എഴുത്തുകാരിയും ട്രാൻസ്ലേറ്ററും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മകൾ ജയലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ സൂചിപ്പിച്ച പ്ലൂട്ടോയെക്കുറിച്ച് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രശസ്തമായ നോവലാണ്, വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ വന്നതിന് ശേഷം 70കളിൽ തന്നെ കരസ്ഥമാക്കിയ ഒരു നോവലാണ്, നമുക്കറിയാം, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന ഒരു നോവൽ. അപ്പം ആദ്യമായി ഒരു സ്ത്രീയുടെയും ഒരു പുറന്തള്ളപ്പെട്ട ചാതുർവർണ്ണയത്തിൻ്റെ ഇരയായിട്ടുള്ള ഒരു ശൂദ്രൻ്റെയും മാനസിക തലത്തിൽ നിന്നുകൊണ്ട് മാനസിക വിശ്ലേഷണപരമായിട്ടുള്ള ബോധധാര സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നോവൽ കേരളത്തിൽ സാധ്യമാക്കിയത് പി കെ ബാലകൃഷ്ണനാണ്. അപ്പം അത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കർണനെക്കുറിച്ചും അതുപോലെ തന്നെ പാഞ്ചാലിയെ കേന്ദ്ര ആഖ്യാന കേന്ദ്രമാക്കുന്ന തരത്തിലുമൊക്കെയുള്ള ഒരു അപൂർവമായ ഒരു നോവലാണ്. ഇപ്പോഴും അതിൻ്റെ പുതുമയും അതിൻ്റെ വ്യത്യസ്തതയും അതിൻ്റെ സാംസ്കാരികമായ ധീരതയും അതിൻ്റെ വിമർശ അപനിർമ്മാണ ക്ഷമതയും ഒക്കെ തന്നെ
എപ്പിക്കുകളെ അല്ലെങ്കിൽ ഇതിഹാസ സാഹിത്യത്തെ വിമർശാത്മകമായി പരിശോധിക്കുകയും അവതർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രചനയായി അതിനെ ഇപ്പോഴും സാഹിത്യ സംസ്കാര പഠിതാക്കൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സാഹിത്യത്തിന്, സംസ്കാരത്തിന്, ചരിത്ര രചനയ്ക്ക്, മാധ്യമ പ്രവർത്തനത്തിന്, പ്രഭാഷണത്തിന്, അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന്, വിമർശ ചിന്തയ്ക്ക് തന്നെ നൽകിയിട്ടുള്ള വളരെ അത്യപൂർവമായ സംഭാവനകളാണ് PKB എന്ന് പറയുന്ന ആ PKBയെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ബഷീർ തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് മിസ്റ്റർ തോട്ടൻ എന്നാണ്. നമുക്കറിയാം മിസ്റ്റർ തോട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുപേരല്ല, വീട്ടുപേര് നമുക്കറിയാം പണിക്കശ്ശേരി എന്നുള്ളതാണ്. അപ്പോൾ തോട്ടൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വാക്കാണ്. ബഷീറിന് മാത്രം സാധിക്കുന്ന ഒരു പുതിയ വാക്കിലൂടെ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടി സംയോജിപ്പിച്ച് ബഷീർ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഈ തോട്ടൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? തോട്ടിൻ്റെ അപ്പൻ അല്ലെങ്കിൽ തോട്ടിൻ്റെ തലതൊട്ടപ്പനാണ് ഈ തോട്ടൻ എന്ന് ചുരുക്കി വിളിക്കുന്നത്. തോട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ചിന്ത, തിങ്കിങ്, അല്ലെങ്കിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ആ വിമർശബോധം, വിമർശാത്മകമായ വിചിന്തന ശേഷി. അപ്പോൾ PK ബാലകൃഷ്ണൻ ഒരു വലിയ സമഗ്ര ചിന്തകൻ, വിമർശ ചിന്തകൻ എന്ന നിലയിൽ അക്കാലത്ത് തന്നെ അംഗീകരിച്ചതാണ് ഈ തോട്ടം. അതുപോലെ ബഷീറിൻ്റെ പുസ്തകക്കട തന്നെ നമുക്കറിയാം. ഈ എറണാകുളം ജെട്ടിയിലുണ്ടായിരുന്ന ബുക്ക് സർക്കിൾ എന്ന് പറയുന്ന ആ പുസ്തകക്കട തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 10 വർഷത്തോളം നടത്തിക്കൊണ്ടുപോയത് നമ്മുടെ PK ബാലകൃഷ്ണനാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വായനയും എഴുത്തും ചിന്തയും മാത്രമേ ഉള്ളൂ. വെറുതെ ഇരുന്നാൽ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചിന്തകൻ എന്ന അർത്ഥത്തിലാണ് ബഷീർ മിസ്റ്റർ തോട്ടൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ വളരെ വിപുലമായ തരത്തിലുള്ള വിചിന്തന ശേഷി, വിമർശാവബോധം പുലർത്തി, പ്രത്യേകിച്ചും ഞാൻ സൂചിപ്പിച്ച കേരളത്തെ, ആധുനിക കേരളത്തെ, ജനായത്ത കേരളത്തെ സാധ്യമാക്കിയ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും പൊയ്കയിലപ്പച്ചൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ തന്നെ ആ വിമർശ ചിന്ത, സാമൂഹ്യ നവീകരണ ശേഷിയുള്ള വിമർശ വിചാരത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. തൻ്റേതായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തൻ്റേതായ രീതിയിൽ ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന. കേരള സമൂഹത്തിനും രാഷ്ട്രീയത്തിനും സംസ്കാരത്തിനും നൽകിയിട്ടുള്ള ഏറ്റവും കാതലായിട്ടുള്ള സംഭാവന. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ ആ വിമർശം എന്ന് പറയുന്നത്. ബഷീറിനെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള നമ്മുടെ കേശവദേവിനെ വിമർശിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. സഹോദരൻ പ്രഖ്യാപിക്കുകയാണ്. 30കളിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്താണ്? സാമൂഹ്യമായ ജനായത്വം അല്ലെങ്കിൽ സാമൂഹ്യ പ്രാതിനിധ്യം അല്ലെങ്കിൽ സമുദായ സംവരണമാണ് എൻ്റെ രാഷ്ട്രീയ തത്വചിന്ത, എൻ്റെ സുവിശേഷം എന്ന് പ്രഖ്യാപിച്ച ആളാണ്. കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷൻ, സമുദായ പ്രാതിനിധ്യവാദമാണ് എൻ്റെ രാഷ്ട്രീയ തത്വചിന്ത എന്ന്, മൈ പൊളിറ്റിക്കൽ ഗോസ്പൽ എന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ സഹോദരനെ തന്നെ അകലെ നിന്നും അടുത്തു നിന്നും ഒക്കെ കണ്ടിട്ടുള്ള PK ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് വെട്ടിത്തുറന്ന് അദ്ദേഹത്തെ വിമർശിച്ച് പറഞ്ഞത്, ഈ സാമുദായിക സംവരണം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു തത്വചിന്തയല്ലേ, അതുകൊണ്ട് ഇതും പറഞ്ഞുകൊണ്ടാണോ സഹോദരൻ നടക്കുന്നത് എന്ന് സഹോദരനെ തന്നെ വിമർശിച്ചു. അങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തന്നെ, ഒരു ബാലനായിരുന്ന ഇന്റർമീഡിയറ്റ് പോലും നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ഇവിടെയും പിന്നെ ചെറായിയിലും രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലുമൊക്കെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. വളരെ ഉന്നതമായ നിലയിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചുകൊണ്ട് ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പ് അതിനും മുൻകൂറായി വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയാം, ഈ മഹാരാജ സ്കൂളിലേക്ക് പോയി അവിടെ ആ ക്വിറ്റ് ഇന്ത്യ 1940കളുടെ ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എടുത്തിയാടുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അധിനിവേശത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ പോരാട്ടത്തിലേക്ക് ഒരു ആദർശവാനായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഒരു ഇന്റർമീഡിയറ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്തുചാടി. അദ്ദേഹം പല തവണ പിന്നീട് വന്ന് അവിടെ നിൽക്കാൻ നോക്കി, നടന്നില്ല. 4 വർഷത്തോളം അദ്ദേഹം കോളേജിൽ പഠിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും
അദ്ദേഹത്തിന് ബിരുദം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്റർമീഡിയറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുക്കൻ ആണ് സഹോദരൻ അയ്യപ്പൻ മാസ്റ്ററോട് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഞാൻ സൂചിപ്പിച്ച ഈ ബഷീറിൻ്റെ ആ പുസ്തകക്കട ബുക്ക് സർക്കിൾ ജട്ടിയിലുണ്ടായിരുന്ന കട ഒഴിപ്പിക്കാനായിട്ട് വന്നപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന നോട്ടീസ് കൊടുത്ത് തൻ്റെ അടുത്തുകൂടി ഓഫീസിലൂടെ ഫയൽ വന്നപ്പോൾ സഹോദരൻ അതിലെടുത്ത് അവിടെ പിടിച്ചു വെച്ചിട്ട് അതിലെഴുതി, ഇത് ഒഴിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല, ഇതിന് വേണമെങ്കിൽ ഒരു നാമമാത്രമായിട്ടുള്ള 1 രൂപ എന്ന രീതിയിൽ ഒരു വാടക കൊടുക്കാം, അതുമാത്രം ഈടാക്കിക്കൊണ്ട് ബഷീറിന് ആ കട കൊടുത്ത മനുഷ്യന് തൻ്റെ പള്ളിമുക്കിലെ ആ വീടിൻ്റെ തന്നെ ഒരു ഭാഗം തൻ്റെ മന്ത്രിയായിരുന്ന, തൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തന്നെ പൊളിച്ചു നീക്കിക്കൊണ്ട് ആ പണ്ടത്തെ ആ 70 ഫീറ്റ് റോഡ് അതിനുവേണ്ടി സ്വന്തം വീട് തന്നെ മാറ്റി പൊളിച്ചു കൊടുത്ത വ്യക്തിയാണ് സഹോദരൻ എന്ന് പറയുന്നത്. ആ സഹോദരൻ അയ്യപ്പനോടാണ് ഈ ഇന്റർമീഡിയറ്റ് പാസ്സാകാത്ത ഈ ചെറുക്കൻ പറഞ്ഞത് എന്താണ്, താങ്കളുടെ ഈ തത്വചിന്ത, താങ്കളുടെ ഈ സമുദായ സംവരണവാദം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. സഹോദരൻ ഒന്ന് ശ്രദ്ധിച്ചു, ആരാണിത് പറയുന്നത് എന്ന് നോക്കി എന്ന് മാത്രം അദ്ദേഹം വലിയ കാതലായി പ്രതികരിച്ചില്ല. അദ്ദേഹം പിന്നീടുള്ള തൻ്റെ എഴുത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രസംഗത്തിലൂടെയും തൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ ആ രാഷ്ട്രീയം തുടരുകയാണ്. അതാണ് ജനായത്തം എന്ന് ഇദ്ദേഹത്തെ പഠിപ്പിക്കുക തന്നെ ചെയ്തു, പരോക്ഷമായിട്ടാണ് ചെയ്തത്. പിന്നീട് പല സംഭാഷണങ്ങളിലും അല്ലെങ്കിൽ സംവാദങ്ങളിലും കൂടി PK ബാലകൃഷ്ണൻ അത് ബോധ്യമായി. സാമുദായികമായ പ്രാതിനിധ്യമില്ലാതെ ഇന്ത്യയിൽ, കേരളത്തിൽ വർണ്ണാശ്രമധർമ്മത്തിൻ്റെയും ജാതി ഭീകരതയുടെയും ഈ മനുസ്മൃതിയുടെ നാട്ടിൽ ഇപ്പം അത് പാഠാവലിയായിട്ട് ഇപ്പോൾ ദില്ലി സർവകലാശാലയിലെ നിയമപഠനത്തിൻ്റെ പാഠാവലിക്കുള്ളിൽ മനുസ്മൃതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ തന്നെ സവർക്കറുടെയും ഗോൾവൽക്കറുടെയും പാഠങ്ങൾ വിമർശം എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ സർവകലാശാലകൾക്ക് അകത്ത് കുത്തിത്തിരിയിരിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കാലത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. അല്ല, ഇതിനെ കൂടുതൽ സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ ജനായത്വം എന്ന് പറയുന്നത് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമാണെന്നും അത് പ്രാതിനിധ്യമില്ലാതെ ജനായത്വം സാധ്യമല്ലെന്നും അടിസ്ഥാന തലത്തിൽ ജനങ്ങളുടെ പ്രവേശം, പ്രാതിനിധ്യം 24-ലാണ് ഗുരു ആ പ്രാതിനിധ്യ സന്ദേശം വൈക്കം പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത്. എവിടെ മനുഷ്യനെന്ന നിലയിൽ എവിടെ പ്രവേശനം നിഷേധിക്കുന്നു അവിടെയെല്ലാം മനുഷ്യനെന്ന നിലയിൽ കടന്നു കയറണമെന്നും മൂടിവെച്ച പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കണമെന്നുമാണ് ഗുരുവിൻ്റെ സന്ദേശം. വേലി കെട്ടിയാൽ അതിന് മുകളിൽ കൂടി കയറണം എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. അപ്പം അത് ഗാന്ധിജി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അദ്ദേഹം യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതി, പിന്നെ എന്താണ് ഇത് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്താനുള്ള ഒരു കലാപാഹ്വാനമല്ലേ, തീയന്മാരുടെ ആത്മീയ ഗുരു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. അപ്പോൾ ഗുരു അതിനെ തിരുത്തി വിശദീകരിക്കുകയാണുണ്ടായത്. 25-ൽ ഗാന്ധി വന്ന് ഗുരുവിനെ വർക്കലയിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജാതി വിരുദ്ധ പോരാട്ടത്തിൽ പരിപൂർണമായ അഹിംസാ മാർഗം ഒരിക്കലും പ്രായോഗികമല്ല, അല്ലെങ്കിൽ ആകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. പ്രാതിനിധ്യത്തിൻ്റെയും പ്രവേശത്തിൻ്റെയും ഒരു തത്വചിന്തയെ യഥാർത്ഥത്തിൽ PK ബാലകൃഷ്ണൻ ആദ്യകാലത്ത് തിരിച്ചറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഒരു ചെറിയ ഒരു യുവാവ് എന്ന നിലയിൽ സഹോദരനെ പോലും ചോദ്യം ചെയ്യുന്ന സംശയാലുവും ഒരു വിമർശ ജാഗ്രത അല്ലെങ്കിൽ വിമർശ വീര്യം അല്പം കൂടിയ ഒരു ആളുമായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വേറെ വിമർശനമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗാന്ധി എങ്ങനെ മതത്തെ ഉപയോഗിച്ചു, രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഇടപാടുകളിൽ ഗാന്ധിയുടെ നിലപാടുകൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വലിയ വിമർശ വിചാരം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സാമുദായിക സംവരണം സർവീസിൻ്റെ കാര്യക്ഷമത തകർക്കും എന്ന രീതിയിൽ ഗുമസ്ത കുറിപ്പുകളിലൂടെ 1-ാം ഭരണപരിഷ്കാര കമ്മീഷനിൽ തന്നെ കുറിപ്പുകൾ ഉണ്ടാക്കിയ EMSനെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പ്രസംഗവേദിയിലും എഴുത്തിലുമൊക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യകാലത്ത് അദ്ദേഹം ഈ ജനായത്വത്തിൻ്റെ ചിന്ത, പ്രാതിനിധ്യ ചിന്ത, പ്രത്യേകിച്ചും സഹോദരൻ്റെ സമുദായവാദം, സാമുദായിക സംവരണത്തിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ വാദത്തെ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടിരുന്നു എന്നൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം നമ്മളിവിടെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് കാര്യമില്ല. വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് നമുക്ക് ആരെയും യഥാർത്ഥത്തിൽ വീണ്ടെടുക്കാൻ കഴിയില്ല. വിമർശാത്മകമായ വിചിന്തനത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് സഹോദരനെ ആകട്ടെ,
ഗുരുവിനെ ആകട്ടെ ഇവരാരും വിമർശത്തിന് അതീതരല്ല. അവർക്കൊക്കെ പറ്റിപ്പോയ ചില പിഴവുകളും സന്ദർഭങ്ങളിൽ പ്രകരണങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകളും ഒക്കെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതൊക്കെ തന്നെ വലതുപക്ഷ അധീശ ശക്തികൾ പലപ്പോഴും അധീശത്വത്തെ പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരെയൊക്കെ തന്നെ സഹോദരനാകട്ടെ പി കെ ബാലകൃഷ്ണനാകട്ടെ ഇവരെയൊക്കെ വിമർശാത്മകമായി വീണ്ടെടുക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹോദരനുമായിട്ടുള്ള ഒരു അടുപ്പം, അതാണ് അദ്ദേഹത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ആയിട്ടുള്ള 1950-കളിൽ, പിന്നെ 40-കളിലാണ് ഈ സഹോദരനെ വിമർശിച്ചത്. പിന്നീട് 50-കളിൽ സഹോദരൻ തന്നെ കൊടുത്ത നോട്ട് പുസ്തകം ഉപയോഗിച്ചുകൊണ്ടാണ് നാരായണ ഗുരു എന്ന ആ ആന്തോളജി അല്ലെങ്കിൽ ആ സമാഹാര ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്നുള്ളത് മാത്രമല്ല, കേരള ചരിത്രത്തിലെ തന്നെ, ആധുനിക കേരളത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥം, ഒരു ആന്തോളജി എന്ന് പറയുന്നത് പി കെ ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരുവാണ്. 1954-55 കാലത്ത് പുറത്തേക്ക് വന്ന നാരായണ ഗുരുവാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും മികച്ച ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഗ്രന്ഥങ്ങളിൽ മുൻനിരയായി നിൽക്കുന്ന ഒരു ഗ്രന്ഥം അത് തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഈ സഹോദരൻ പിന്നെ സമുദായവാദവുമായി നടക്കുന്നു എന്ന് ഇദ്ദേഹം വിമർശിച്ച സഹോദരൻ അയ്യപ്പൻ കൊടുത്ത നോട്ട് പുസ്തകങ്ങൾ, ആ നോട്ട് പുസ്തകം മാത്രമല്ല, സഹോദരൻ അയ്യപ്പൻ കൊടുത്ത ചരിത്ര രചനയെക്കുറിച്ചുള്ള ബഹുസ്വരമായ പരിപ്രേക്ഷ്യം, അത് ആരംഭിക്കുന്നത് ഗുരുവിലാണ്. ആധുനിക കാലത്ത് കേരളത്തിൽ ആരംഭിക്കുന്ന ആ ബഹുസ്വര തത്വചിന്തയുടെ ഒരു വിഷയത്തെ പല കോണുകളിൽ കാണുക, പല തലങ്ങളിൽ വിശകലനം ചെയ്യുക, വിമർശിച്ച് വിചിന്തനം ചെയ്യുന്ന 25-ൽ ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ എന്ന് RSSന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഒരു ഗുരുവാണ് കേരളത്തിൻ്റെ വിശ്വദാർശനികനായിട്ടുള്ള നാരായണ ഗുരു. ഹിന്ദുമതത്തെ ഇതുപോലെ നിരാകരിച്ചിട്ടുള്ള വേറൊരു വിശ്വചിന്തകൻ ഇല്ല ലോകത്ത്, ഇന്നോളം മനുഷ്യ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിമർശബോധം, ഗുരുവിൻ്റെ വിമർശബോധം, തലയിൽ ചന്ദ്രക്കലയെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത് വല്ല ചീർപ്പുമാകാം, സിംഹളീസിനെ പോലെ വല്ല ചീർപ്പുമാകാമെന്നാണ് ഈ ശിവന്റെ തലയിലുള്ള ചന്ദ്രക്കലയെക്കുറിച്ച് അദ്ദേഹം മറഞ്ഞിരുന്ന് കൊല്ലുന്ന അതിസമർത്ഥനായ ഒരു അതിസമർത്ഥ്യക്കാരനാണ് ആയ മറവനാണ് രാമൻ എന്നാണ് രാമനെ കുറിച്ച് ഗുരുവിൻ്റെ മറ്റൊരു പ്രസ്താവം. മറ്റ് കൃഷ്ണനെ കുറിച്ചുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കൂടുതൽ എനിക്കും ഇവിടെ തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് വൈപ്പിൻകരയാണെങ്കിൽ പോലും കൃഷ്ണനെക്കുറിച്ചും മറ്റ് ദേവീദേവകളെക്കുറിച്ചുമൊക്കെ ഗുരു പറഞ്ഞത് ഞാനിവിടെ പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് വൈഖരിയിൽ വായിക്കാവുന്നതാണ്. ഡോക്ടർ ടി ഭാസ്കരൻ്റെ ശ്രീനാരായണ ഗുരു വൈഖരി എന്ന പുസ്തകത്തിൽ 98, 2001, 2011 3 എഡിഷൻസ് ഉണ്ട്, അതിൽ വായിക്കാവുന്നതാണ്. അപ്പം ഏതായാലും ഇതുപോലുള്ള നിരവധി പ്രസ്താവങ്ങൾ ഗുരുവിൻ്റെ ഏറ്റവും ചരിത്ര വിമർശവും നർമ്മവും ആക്ഷേപഹാസ്യവും എല്ലാം ഉൾക്കൊള്ളുന്ന വൈദിക പുരുഷ സൂക്തത്തെ അദ്ദേഹം വിമർശിച്ച് പുറന്തള്ളിയ ആ മരം പൊട്ടി മുളയ്ക്കുന്ന ഉപമ, ഇതെന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ വിരാട് പുരുഷന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചാതുർവർണ്ണയങ്ങൾ ബ്രാഹ്മണർ മുഖത്തുകൂടെ ഉണ്ടാകുന്നത്, പുലെ ചോദിച്ചത് അവരുടെ വായിൽ എന്താണ്, വിരാട് പുരുഷന്റെ വായിൽ ജനനേന്ദ്രിയമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ നിരവധി തന്തൈ പെരിയോറിന്റെ ആ ഉപമയുണ്ട്. നമുക്ക് ഗുരുവിൻ്റെയാണ് ഏറ്റവും വലിയ ആക്ഷേപഹാസ്യം. ഇതെന്താ പുറത്തുകൂടെ ചാടിയാൽ പോരായിരുന്നു, തുടയിലൂടെ വരുന്നതിലും നല്ലത് പിന്നെ വൈശ്യന്മാർക്ക് മുതുകിലൂടെ പുറത്ത് ചാടുന്നതല്ലായിരുന്നു എന്നാണ് ചോദിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഗുരുവിൻ്റെ ഈ വിമർശബോധം, അതായത് 14-ൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന, രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദികളുടെ ഗതിയാവും നമുക്കുണ്ടാവുക എന്ന് അസന്നിഗ്ധമായി നാരായണ ഗുരു കേരളത്തിൽ പ്രഖ്യാപിച്ച 1914-ലാണ്. 1913-14 കാലത്ത് അദ്ദേഹം ജാതിമീമാംസ എഴുതി. അദ്ദേഹം അനുകമ്പാ ദശകവും ജീവകാരുണ്യ പഞ്ചകവും എഴുതി. ആ ജീവകാരുണ്യ പഞ്ചകത്തിലാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്, കൊലപാതകി ഒരു ദൈവം പോയിട്ട് മനുഷ്യൻ പോലും ആകുന്നില്ല, അവൻ രാജാവോ പ്രധാനമന്ത്രി ആരുമാകുന്നില്ല, അവൻ ദൈവവുമല്ല രാജാവുമല്ല മനുഷ്യനുമല്ല, മൃഗത്തിനു തുല്യനവൻ എന്ന അസന്നിഗ്ധമായ പ്രസ്താവന. കൊല്ലുന്ന ദൈവങ്ങളെക്കുറിച്ചുള്ള ഈ നൂറുകണക്കിന് ആയുധങ്ങളുമായി നിൽക്കുന്ന, നൂറുകണക്കിന് കരങ്ങളിൽ ആയുധങ്ങളുമായി നിൽക്കുന്ന, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനുമായിട്ട് നിൽക്കുന്ന, കൊല്ലുന്ന ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചുള്ള ഇത്രയും നിശിതമായ രാഷ്ട്രീയ നിഷേധവും വിമർശവും ലോകത്ത് മറ്റാരും ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. അതിനുശേഷവും സഹോദരൻ അയ്യപ്പന് പോലും
ഗുരുവിനെ തിരുത്തിയ സഹോദരൻ വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് എഴുതി ധർമ്മഗാനത്തിലൂടെ എഴുതി. ഈ വൈപ്പിൻകര മാത്രമല്ല, കേരളമാകെ പാടിക്കൊണ്ട് നടന്ന ഒരു വീഞ്ഞപ്പെട്ടിയും എടുത്ത് അതിന്റെ പുറത്ത് കയറി ഇത് കൈയടിച്ച് പാടുന്ന ഒരു ഉപദേശിയെ പോലെ ആ വെള്ളയും ഇട്ട് നടന്ന സഹോദരൻ അയ്യപ്പന് പോലും കഴിഞ്ഞിട്ടില്ല ഇത്രയും രൂക്ഷമായ വിമർശം ഉന്നയിക്കാൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടലും. കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിന് തുല്യനവൻ എന്നാണ് ഗുരു ജീവകാരുണ്യ പഞ്ചകത്തിലാണ് എഴുതി വെച്ചത്. അപ്പൊ ഇങ്ങനെ ഗുരുവിന്റെ ഏത് പ്രസ്താവന എടുത്തുകൊള്ളട്ടെ അതിൻ്റെ വലിയ വിമർശക്ഷമത അതായിരുന്നു യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ടാണ് ഗുരുവിന്റെ തത്വമായി അദ്ദേഹം മനസ്സിലാക്കിയത്, ഈഴവരല്ല ആരുമാകട്ടെ അവർ ഏറ്റവും അടിസ്ഥാന ജനതയോട് സാഹോദര്യത്തിൽ വർത്തിച്ചാൽ അല്ലാതെ, അല്ലെങ്കിൽ അടിത്തട്ട് ജനങ്ങളുമായി ഏകോദര സാഹോദര്യത്തിൽ ജീവിച്ചാലല്ലാതെ, അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിച്ചാലല്ലാതെ ഇവരാരും മനുഷ്യരാകുന്നില്ല. കേരളത്തിലെ ജാതി സമൂഹത്തിൽ, ഇന്ത്യയിലെ ഈ വർണ്ണാശ്രമ ധർമ്മത്തിൽ നമുക്ക് മനുഷ്യരാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അടിസ്ഥാന ജനങ്ങളുമായിട്ട്, അടിസ്ഥാന മനുഷ്യരുമായിട്ടെങ്കിലും. അതിന് വേറെ ജീവകാരുണ്യം എന്ന് പറയുന്ന ചരാചര പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവൻ പറയുന്നുണ്ട്. ഒരു വീട എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, അത്രയും വലിയ കമ്പാഷൻ, അനുകമ്പ അല്ലെങ്കിൽ അരുൾ, അനുകമ്പ, മൂന്നിനും പൊരുളൊന്നാണിത്. ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ തത്വചിന്ത, സഹോദര്യം അല്ലെങ്കിൽ പ്രപഞ്ച സ്നേഹമായ മൈത്രിയാണ്. ബുദ്ധന്റെ അതേ തത്വചിന്തയാണ് മൈത്രി. കരുണ, മുദിത്വ, ഉപേക്ഷ, പ്രജ്ഞ എന്ന് പറയുന്ന ആ ജനതയും കരുണയും സമതയും നിറഞ്ഞ ബാബാ സാഹേബ് അംബേദ്കർ അടക്കം പിന്നീട് ബുദ്ധനിൽ നിന്ന് സ്വീകരിക്കുന്ന ആ മൈത്രിവാദമാണ് വിശ്വസാഹോദര്യ ഫ്രറ്റേണിറ്റി, യൂണിവേഴ്സൽ ഫ്രറ്റേണിറ്റിയാണ്. അപ്പം അതിൻ്റെ സൂക്ഷ്മമായി നിൽക്കുന്ന ആ വിമർശബോധം, അതിൻ്റെ ചിന്ത ഇതാണ്: മനുഷ്യരുമായിട്ടെങ്കിലും നാം സാഹോദര്യം വർത്തിച്ചില്ലെങ്കിൽ, അതിൽ നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് മനുഷ്യരായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അതാണ് ചിന്ത എന്ന് സഹോദരൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സഹോദരൻ ഈ പറയുന്ന 17 ചെറായി പന്തി ഭോജനം നടത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഈഴവോത്ബോധനം, സമുദായഗാനം, സഹോദര്യഗാനം, ധർമ്മഗാനം ഇതെല്ലാം എഴുതിക്കൊണ്ട് പാടി നടക്കുന്നത് ഈ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സാഹോദര്യത്തിന് വേണ്ടിയില്ല. അതുകൊണ്ടാണ് പേര് തന്നെ സ്വീകരിച്ച് നമുക്കറിയാം. സാഹോദര്യം എന്ന് പറയുന്ന സമുദയവാദത്തിൽ നിന്ന്, ബുദ്ധന്റെ സമുദയവാദം, പ്രതീത്യ സമുത്പാദം എന്ന് പറയുന്ന അനിത്യവാദം അല്ലെങ്കിൽ അനാത്മവാദം, അതിൽ നിന്ന് വരുന്ന എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്ന, എല്ലാവരും സഹോദരങ്ങളാണ്, നാം എല്ലാവരും ഒന്നിച്ച് സാഹോദര്യത്തിൽ മാത്രമേ നമുക്ക് ഉദയം സാധ്യമാകൂ. സമുദയമായ സമഭാവനയോടുകൂടിയ, സഹോദരൻ്റെ ഒരു കവിത തന്നെയാണ് സമഭാവന ശരണം ഗതി സമഭാവന വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ തന്നെ അതിൻ്റെ മൂർത്തരൂപമാണ്, സാഹോദര്യത്തിൻ്റെ ഒരു മനുഷ്യ രൂപമായി വർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ സഹോദരൻ്റെ സമുദായവാദം ആദ്യകാലത്ത് PKക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീട് കുറച്ചുകൂടി പക്വമായ അവസ്ഥയിലാണ് 50കളിലൊക്കെ വന്നപ്പോഴാണ് സഹോദരൻ ഒരു നോട്ട് പുസ്തകം കൊടുത്തു. ആ നോട്ട് പുസ്തകമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നാരായണ ഗുരു എന്ന ഒരു ആന്തോളജി, എഡിറ്റഡ് ആന്തോളജി ആയിട്ട് സമാഹാര ഗ്രന്ഥമായി, പുസ്തകമായി അദ്ദേഹം വികസിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സംഭാവന. അവിടെയാണ് നമുക്ക് ഈ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് സന്യാസം തന്ന, രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദികളുടെ ഗതിയാവും നമുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ എന്ന് പറയുന്നത് യൂറോപ്യന്മാരെ കുറിച്ചാണ്, പാശ്ചാത്യരെ കുറിച്ചാണ്, പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയെക്കുറിച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരെ കുറിച്ച്, ബ്രിട്ടീഷ് എന്നുള്ള ഒരു മെറ്റഫർ ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമുക്ക് ടി ഭാസ്കരനിൽ മാത്രമല്ല, അതിനു മുമ്പ് ടി ഭാസ്കരൻ്റെ 98 മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു പുസ്തകവും ഒരു റെഫറൻസ് ഗ്രന്ഥവും PK ബാലകൃഷ്ണൻ തന്നെയാണ്. 54 തന്നെ 1950. കാരണം സഹോദരൻ അന്ന് വയ്യാതായി, സഹോദരൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ കുറഞ്ഞു, രണ്ടാമത്തെ കണ്ണും പ്രശ്നത്തിലായതുകൊണ്ടാണ് അദ്ദേഹം കറുത്ത കണ്ണടയൊക്കെ വെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം അദ്ദേഹം 60കളിൽ ചരമം പ്രാപിച്ചു, പരിനിർവാണമടഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവസാന കാലം 10-15 വർഷക്കാലത്ത് സഹോദരന് കാര്യമായി സംഭാവന എഴുത്തിലേക്ക് മുഴുകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം താൻ ശേഖരിച്ചു വെച്ച
ഈ അമൂല്യമായ രത്നങ്ങൾ, ഗുരുവിൻ്റെ വചനം എന്ന് പറയുന്ന അമൂല്യ രത്നങ്ങൾ, നമ്മുടെ ഗുരുക്കന്മാർ ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ സാഹിബിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ളത്, വൈക്കം പോരാട്ടത്തെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ബാരിക്കേഡിന് മുകളിൽ കൂടി കയറണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള അമൂല്യമായ ആ മൊഴിമുത്തുകൾ അദ്ദേഹം ശേഖരിച്ചു വെച്ച് PK കൊടുക്കുകയും PK അതിൽ ഗൈഡ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് അത് സാധ്യമായത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്ന 55 പ്രസിദ്ധീകരിച്ച, അതാണ് ചരിത്രരചനയുടെ മറ്റൊരു സൂക്ഷ്മതയും കനപ്പെട്ട സംഭാവന, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ നാരായണ ഗുരു മാത്രമല്ല, അത് കേരള ചരിത്രവുമായിട്ട് ഇടപെടുകയാണ്, ലോക ചരിത്രവുമായിട്ടും അതിന് ഗുരുവിലൂടെ ബന്ധമുണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയുടെ ചരിത്രം, അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഹൈദരും ടിപ്പു സുൽത്താനും നടത്തിയ പങ്കാളിത്തം, കേരളത്തിൻ്റെ മലബാറിൻ്റെ തന്നെ ആധുനീകരണത്തിലേക്ക് നയിച്ച ഹൈദരുടെയും ടിപ്പുവിൻ്റെയും ഭരണപരമായ മൈസൂറിൻ്റെ ഭരണതലത്തിലുള്ള ഇടപെടലുകൾ, ഇതെല്ലാം വിശദമായിട്ട് വരുന്ന, ടിപ്പുവിനെ ഒരു ആധുനിക നവോത്ഥാന നേതാവായി തന്നെ അവതരിപ്പിക്കുന്ന, കേരള പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ആധുനീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഭരണാധികാരികളും മനുഷ്യമോചനത്തിൽ താല്പര്യമുള്ള ചിന്തകരുമായി തന്നെയാണ് അദ്ദേഹം, പിന്നെ ടിപ്പുവിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരാലിയെ പോലും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കത് വായിക്കുമ്പോൾ ഏറ്റവും മഹത്തായിട്ടുള്ള. പ്രത്യേകിച്ച് വർത്തമാന കാലത്തിൽ കർണാടകയിൽ അടക്കം ടിപ്പുവിൻ്റെ ലെഗസിയെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരിവാരങ്ങൾ അദ്ദേഹത്തിന് എയർപോർട്ടിൻ്റെ അടക്കം നിരവധി സ്ഥലങ്ങളുടെ തന്നെ കുടകിലൊക്കെ വലിയ റൈറ്റ്സ് നടത്തി മനുഷ്യർ മരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ടിപ്പുവിനെതിരെയുള്ള ഈ പ്രചരണ വേലയുടെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെയാണ് 56-ൽ തന്നെ 55, 56 കാലത്ത് തന്നെ PK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഇടവനക്കാട്ടുകാരൻ ഇന്റർമീഡിയറ്റിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് പോയി ജയിൽവാസം അനുഭവിച്ച് അങ്ങനെ പോയ ഒരു മനുഷ്യൻ ഇതെല്ലാം ചരിത്രം പഠിച്ച് സൂക്ഷ്മതയിൽ എഴുതി അതിൻ്റെ ചരിത്ര സംഭാവനകളാണ്. ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ സാമൂഹ്യ വിപ്ലവകാരി ചിന്തകൻ എന്ന നിലയിൽ സഹോദരൻ്റെ ഗുരുവിൻ്റെ ആ വിമർശബോധത്തിൽ വരുന്ന ഒരു ചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം സാഹിത്യ പഠനങ്ങൾ, സാഹിത്യ സാംസ്കാരിക വിമർശ പഠനങ്ങൾ, സാഹിത്യ പഠനം, സാഹിത്യ വിമർശം, സാഹിത്യ ചരിത്രം, ഈ മേഖലകൾ സ്പർശിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ മറ്റു കൃതികൾ. ഓരോന്നെടുക്കുമ്പോഴും അതാണ് മഹത്വം നമുക്ക് തോന്നുന്നു. ഓരോന്ന് വായിച്ചാലും നമുക്കത് നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ മറ്റ് പുസ്തകങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നോവൽ സിദ്ധിയും സാധനയും. നോവൽ എന്ന് പറയുന്ന അവിടെ യൂറോപ്യൻ ആധുനികതയുടെ ഏറ്റവും വലിയ ജനായത്ത വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ രൂപം തന്നെയാണ് നോവൽ എന്ന് പറയുന്നത്. കാരണം അടിത്തട്ടിലുള്ള ജനങ്ങളും സ്ത്രീകളും പണിയെടുക്കുന്നവരും വർക്കിംഗ് ക്ലാസ്സും സ്ത്രീകളും അങ്ങനെയുള്ള യൂറോപ്പിലെ പിന്നെ ഇതര കീഴാള സമൂഹങ്ങളാണ് നോവലിൻ്റെ കർത്താക്കളായത്. യൂറോപ്പിൽ ബ്രിട്ടനിൽ പോലും ഇംഗ്ലീഷ് ഭാഷ പോലും പഠിപ്പിച്ചിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതി വരും. 1921 ന്യൂബോൾട്ട് റിപ്പോർട്ട് വരെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഭാഷയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗ്രീക്കും ലാറ്റിനുമായിരുന്നു. ജനങ്ങളാരും സംസാരിക്കുന്നില്ല. ചില പുരോഹിതർക്കോ പണ്ഡിതർക്കോ മാത്രം അറിയാൻ കഴിയുന്ന ഗ്രീക്കും ലാറ്റിനും ക്ലാസിക്കൽ ഭാഷകളും സാഹിത്യവും മാത്രമാണ് ഓക്സ്ബ്രിഡ്ജ് ട്രഡീഷണലിൽ 1921 വരെ പഠിപ്പിച്ചത്. 21 ലേബർ പാർട്ടിയുടെ സമയത്ത് വന്ന ന്യൂബോൾട്ട് റിപ്പോർട്ട് അനുസരിച്ചാണ് ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് ബ്രിട്ടനകത്ത് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ കൊളോണിയൽ ദേശങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള കോളനികളിൽ 19-ാം നൂറ്റാണ്ടിൽ തന്നെ അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. എന്തിനാണ്? ഒരു കൊളോണിയൽ ഒരു അണ്ടർ ക്ലാസ്സിനെ, ഒരു ക്ലറിക്കൽ സമൂഹത്തെ, മെക്കോളൈസ് മിനിറ്റിലൊക്കെ പറയുന്നത് പോലെ 1835 ലോർഡ് ബബിങ്ടൺ മെക്കോളയുടെ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് അനുസരിച്ച് ഇന്ത്യക്കാരായിട്ട് പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ എഴുതാനൊക്കെ പറ്റുന്ന കുറച്ച് ലോവർ ക്ലാർക്സിനെ ഉണ്ടാക്കുക, ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ ഉണ്ടാക്കുക. ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്ന നമ്മുടെ സ്വാമി ജോൺ ധർമ്മതീർത്ഥരുടെ ഭാഷയിൽ ഹൈന്ദവ ദുഷ്പ്രഭുത്വത്തിൻ്റെ ചരിത്രം എന്നുള്ളതാണ് ദ മെനൈസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇംപീരിയലിസം 42 എഴുതിയ പുസ്തകമാണ്. ഇവിടുന്ന് അദ്ദേഹത്തെ ഓടിച്ചതാണ്. ഈഴവരടക്കമുള്ള വിഡ്ഢികൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഓടിച്ചതുകൊണ്ടാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി, ലാഹോറിൽ പോയി ഈ പറഞ്ഞ നമ്മുടെ ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശൂദ്രനായ മന്ത്രി
അതെ, അദ്ദേഹത്തെ വിജയിപ്പിച്ചതിന്റെ കഥ ഞങ്ങളിപ്പോൾ പറയുകയാണ്. അപ്പോൾ ഈഴവ സമൂഹം അടക്കം ഇതിന്റെ ഇരുട്ടിലാണ്. അന്നും ഇരുട്ടിലാണ്, ഇന്നും ഇരുട്ടിലാണ്. സഹോദരനെ ഇവിടെ കൊല്ലാൻ ഓടിച്ച് നമുക്കറിയാം. ഈ ഞാറക്കൽ വെച്ചാണല്ലോ ഉറുമ്പിൻ കൂട് തലയിൽ ചൊരിയുകയും ചാണകം കളക്കി ഒഴിക്കുകയും ഒക്കെ ചെയ്തത്. ഈ ഞാറക്കൽ വെച്ചാണല്ലോ. ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ വെച്ചാണല്ലോ കത്തി കൊണ്ട് കുത്താൻ ഓടിച്ചത്. ഒരു മുസ്ലിം വ്യാപാരിയാണ് സഹോദരൻ അയ്യപ്പന്റെ ജീവൻ അവിടെ ആ ചേരമാൻ പള്ളിയുടെ മുമ്പിൽ വെച്ച് പിന്നെ രക്ഷിച്ചത്. കൊടുങ്ങല്ലൂർ കാവിലെ ഈ കോഴിവെട്ടും തെറിപ്പാട്ടും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതായിരുന്നു പ്രശ്നം. ഭരണിക്ക് പോകല്ലേ, ഒന്നും അധികം പറഞ്ഞില്ല. ഒരു കവിത പാടിക്കൊണ്ട് അതിലെ KP കയ്യാലക്കലും മിതവാദിയും സഹോദരനൊക്കെ ഒന്നും ഇപ്പം നടന്നതേ ഉള്ളൂ. എന്താണ്, ഭരണിക്ക് പോകല്ലേ സഹോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും, ഇത്ര ഭീകരമായ ഹിംസയും ചതിയും തെറിയും ചാരായവും കോരിയൊഴിച്ച് കേരളമാകെ നശിപ്പിക്കുന്ന ഈ പരിപാടി, ബുദ്ധ മുനിമാരെ കൊല്ലാനും കഴിവേറ്റാനും ബുദ്ധ ഭിക്ഷുണിമാരെ റേപ്പ് ചെയ്ത് ദേവദാസികളാക്കാനും ചെയ്യുന്ന ഈ കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഈ ഭീകരത നിങ്ങൾ ഈ ചേർത്തലയിലും കൊടുങ്ങല്ലൂരും അവിടെ എവിടെയൊന്നും നടത്തരുത്, ഇതിന് പോകരുത്. അല്ലെങ്കിൽ പളനിക്ക് പോകല്ലേ സഹോദരരെ, അവിടെ പോയി മുട്ടയടിച്ചാൽ ഇവിടെ കിട്ടാത്തൊന്നും കിട്ടുന്നില്ല. ആ ശബരിമലയ്ക്ക് നിങ്ങൾ പോകേണ്ടതില്ല, ഇവിടെ ആ സ്വാമി ഇതായിരിക്കുന്നു. പിന്നെ നമ്മുടെ ടി ഭാസ്കറിനെ ഏർപ്പെടുത്തിയിരുന്നത് സ്വാമി ഇതായിരിക്കുന്നു, ആലുവയിലിരിക്കുന്നു. ആരാണ്? നാരായണ ഗുരുസ്വാമി, നാണസ്വാമി ഇവിടെ ഇരിക്കുന്നു. പിന്നെ നിങ്ങൾ സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിക്കും. അയ്യപ്പനതാ സ്വാമി പറയുന്നു, അയ്യപ്പനതാ അപ്പുറത്തിരിക്കുന്നു. സാധാരണ അയ്യപ്പനാണ് അവിടെ ഇരിക്കുന്നത്, സ്വാമി ഇവിടെ ഇരിക്കുന്നു, അയ്യപ്പൻ അവിടെ ഇരിക്കുന്നു. പിന്നെ നിങ്ങളെന്തിനാണ് ഈ ശബരിമലയ്ക്ക് പള്ളിക്കെട്ടുമായിട്ട് പോകുന്നത്? ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും പളനിയിൽ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ ജീവിതം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് പോയതേ ഉള്ളൂ. സഹോദരനെ കൊല്ലാൻ ഓടിച്ചു. അപ്പൊ ഇത്രയും ഭീകരമായിരുന്നു അവസ്ഥ. അവിടെ നിന്ന് ഗുരുവും സഹോദരനുമൊക്കെ അവരൊക്കെ പോരാടിക്കൊണ്ടുവന്ന് അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ജീവാർപ്പണത്തിൻ്റെ വലിയ ഒരു ആധുനികതയാണ്, ഒരു സംസ്കാരമാണ്, ജനായത്ത സഭ്യതയാണ് നമുക്ക് കേരളത്തിനുള്ളത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയാം, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഷിറ്റുഗോപി ആകട്ടെ, അടുത്ത ജന്മം ബ്രാഹ്മണനാകണമെന്ന് വിചാരിക്കുന്നവരാകട്ടെ ശൂദ്രനാണെന്ന്, അതൊരു പ്രശ്നമാണെന്നും അടുത്ത ജന്മമെങ്കിലും ബ്രാഹ്മണനായി അയ്യപ്പൻ്റെ പൂജാരിയാകണം എന്നൊക്കെയുള്ള സ്വപ്നം കാണുന്ന ആൾക്കാരെയാണ് ഇവിടെ ഈ ഈഴവരും അരയരും പുലയരും എല്ലാവരും കൂടി, ഈ ദളിത പിന്നാക്ക ജനവിഭാഗങ്ങൾ, പ്രാതിനിധ്യമില്ലാത്ത ഈ ജനവിഭാഗങ്ങൾ എല്ലാവരും കൂടി ഈ ഹിന്ദുത്വത്തിൻ്റെ ഈ തത്വം പറയുന്ന ബ്രാഹ്മണ്യം കേമമാണെന്ന് വാഴ്ത്തുന്ന, അത് സ്വപ്നം കാണുന്ന, അടുത്ത ജന്മത്തെങ്കിലെങ്കിലും ബ്രാഹ്മണനാകണമെന്ന് കരുതുന്നവരെയാണ് ഇവിടുന്ന് വിജയിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏറ്റവും കിരാതമായ അട്ടിമറികൾ നമുക്ക് സംഭവിച്ചു. 2018 നടന്ന തീണ്ടാരി ലഹള, വിശ്വാസി ലഹള, നാമജപ ഘോഷയാത്ര, നമ്മുടെ അന്തരിച്ച ചരിത്രകാരൻ, പ്രാദേശിക ചരിത്രകാരൻ നമ്മുടെ NK ജോസ് ദലിത് ബന്ധു എഴുതിയതുപോലെ ശൂദ്രലഹള, അദ്ദേഹത്തിൻ്റെ 2019 പുസ്തകം പ്രസിദ്ധീകരിച്ചു. ശൂദ്രലഹള വിമർശബോധമാണ്. കാരണം ശൂദ്രലഹള നടത്തിക്കൊണ്ടാണ് ഈ അട്ടിമറി ഇവിടെ നടന്നത്. ദേവസ്വം ബോർഡിലെ സാമ്പത്തിക സംവരണം ആദ്യം പാസ്സാക്കിയ കേരളത്തിലൂടെ തന്നെയാണ്. 90% ഒരൊറ്റ ജാതി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ 10% ഭരണഘടനാ വിരുദ്ധമായും സത്യനീതി വിരുദ്ധമായിട്ടും സ്ഥിതിവിവരക്കണക്കുകൾക്ക് എതിരായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് സവർണർക്ക് മാത്രം സംവരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്ന് പറയുന്ന അമിത പ്രാതിനിധ്യമുള്ള അവരാണ് മുന്നാക്കം എന്ന് പറയുന്നത്. അമിത പ്രാതിനിധ്യമുള്ള വിഭാഗങ്ങൾക്ക് വീണ്ടും സാമ്പത്തിക കുതന്ത്രം പറഞ്ഞുകൊണ്ട്, യുക്തി പറഞ്ഞുകൊണ്ട് അമിത പ്രാതിനിധ്യ കുത്തക ഇരട്ടിപ്പിക്കുന്ന, എത്രയോ മടങ്ങ് ഇരട്ടിപ്പിക്കുന്ന 10% ജനവിഭാഗം 90% ആയിരുന്നു. അവിടെയാണ് വീണ്ടും ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അട്ടിമറികൾ കേരളത്തിലൂടെ നടന്നു. കേന്ദ്രത്തെ വെല്ലുവിളിച്ചു. കേന്ദ്രം അത് 2019 ജനുവരിയിൽ തന്നെ നടപ്പാക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ബാബാ സാഹേബ് അംബേദ്കർ രൂപം കൊടുത്ത സാമൂഹ്യ ജനായത്വത്തിനും സാമൂഹ്യ പ്രാതിനിധ്യത്തിനും സാമൂഹ്യ നീതിക്കും പ്രാഥമികതയുള്ള, നീതിക്കും ജനായത്വത്തിനും വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യകാലത്ത് PKക്ക് പോലും അതിൻ്റെ കാര്യം പിടികിട്ടിയിരുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രാതിനിധ്യം മനുഷ്യൻ്റെ ജന്മാവകാശമാണെന്നും ഫണ്ടമെൻ്റൽ റൈറ്റിലാണ്, മൗലികാവകാശങ്ങളിലാണ്, മനുഷ്യനായി ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ജന്മാവകാശമായിട്ടാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടാണ്, മൗലികാവകാശമായിട്ടാണ് രാഷ്ട്രീയ പ്രാതിനിധ്യം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ ചാപ്റ്റർ 3 16(4) ഉൾച്ചേർത്തിരിക്കുന്നത് എന്ന വസ്തുത ആദ്യകാലത്ത് PKക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇത്രയും വലിയ ഇൻ്റലക്ച്വൽ സഹോദരൻ അയ്യപ്പനെ പൊതുവേദിയിൽ വിമർശിച്ച് വെല്ലുവിളിക്കാൻ ശേഷിയുണ്ടായിരുന്ന PKക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാകുമോ? വിദ്യാഭ്യാസം വേണം. ഇവിടെയാണ് ഈ പറയുന്ന ശരണം വിളിയുടെ ആവശ്യം.
ത്രിശരണങ്ങൾ ആവശ്യമാണ്. ബുദ്ധം, ധമ്മം, സംഘം എന്ന് പറയുന്ന ബുദ്ധരായി മാറിയാലല്ലാതെ എൻലൈറ്റൻമെൻറ്റിലൂടെ ഗുരുവിൻ്റെ 1890-കളിൽ തന്നെയുള്ള സന്ദേശമാണ്. വിദ്യയിലൂടെ നിങ്ങൾ സ്വതന്ത്രരാവുക, വിദ്യയിലൂടെ നിങ്ങൾ പ്രബുദ്ധരാവുക, സംഘടനയിലൂടെ ശക്തരാകുക. അപ്പോൾ വലിയ വിദ്യാഭ്യാസം, ബോധനം, പ്രത്യേകിച്ചും നമ്മുടെ നീതി നിയമ പുസ്തകമായ ഭരണഘടനയെക്കുറിച്ചുള്ള അതിൻ്റെ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ബോധനം, വിദ്യാഭ്യാസം അനുദിനം ഇതുപോലെ നമ്മുടെ എല്ലാ വിദ്യാസ്ഥാപനങ്ങളിലും, അതുപോലെ എല്ലാ ലൈബ്രറികളിലും, വായനശാലകളിലും, പൊതുവേദികളിലും, മാധ്യമങ്ങളിലും നിറഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവൂ, ഇതിൻ്റെ പ്രാധാന്യം. പിന്നീട് PK-ക്ക് അത് മനസ്സിലായി. ടിപ്പു സുൽത്താനും ഒക്കെ എഴുതി. അദ്ദേഹം പിന്നീട് കടന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം സാഹിത്യ വിമർശനത്തിലേക്ക് കടന്നു. അവിടെയാണ് നോവൽ സിദ്ധിയും സാധനയും. യൂറോപ്യൻ രൂപമായ നോവൽ എങ്ങനെ മാറ്റി തീർത്തു. പക്ഷെ അദ്ദേഹം പഠിച്ചത് ഇന്ദുലേഖയെക്കുറിച്ചാണ്. ചന്തുമേനോൻ ഒരു പഠനം എന്ന നോവലിനെ കുറിച്ച് പൊതുവെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് PK-ക്ക് അക്കാലത്ത് ചന്തുമേനോനെ കുറിച്ചും ഇന്ദുലേഖയെക്കുറിച്ചും പഠിച്ച് CV രാമൻ പിള്ള അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആവേശമായി. അദ്ദേഹത്തിൻ്റെ ഭാഷയും ഭാവനയും ആരെയും ആകർഷിക്കും, ഇത്തരം യുവാക്കളെ ആകർഷിക്കും. പക്ഷെ എന്തുകൊണ്ട് PK-ക്ക് ഞാൻ വിമർശനങ്ങൾ മാത്രമാണ്, സമയമില്ലാത്തതുകൊണ്ട് വിമർശനം മാത്രമാണ് ഞാൻ ഉന്നയിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ ഞാൻ പാടി പുകഴ്ത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രശ്നം ഞാൻ ഈ പറഞ്ഞ സഹോദരനെ പോലും സാമുദായിക പ്രാതിനിധ്യവാദത്തിൽ വിമർശിച്ചു. ഒന്ന്. രണ്ടാമത്, എന്തുകൊണ്ട് ഇന്ദുലേഖയെക്കുറിച്ച് പഠിച്ച PK ചന്തുമേനോനൊക്കെ അദ്ദേഹം വലിയ വിപ്ലവമാണ്, വിപ്ലവകാരി തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ മലബാറിൽ 1890-കളിൽ ചെയ്യാവുന്ന വലിയ ഒരു സവർണനും അഡ്വക്കേറ്റും മേനോനും ഒക്കെ ആയിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യാവുന്ന എല്ലാ വിപ്ലവങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടെ തന്നെ അതിലും വലിയ വിപ്ലവം ചെയ്ത പോത്തേരി കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് പോത്തേരി കുഞ്ഞമ്പു, ദലിതർക്ക് വേണ്ടി ആദ്യത്തെ സ്കൂളുകൾ അവിടെ സ്ഥാപിച്ച അഡ്വക്കേറ്റ് പോത്തേരി കുഞ്ഞമ്പു ഒരു ദലിതനെ, അതും ഒരു ദളിത് ക്രിസ്ത്യനെ തൻ്റെ നോവലിൻ്റെ നായകനാക്കി അവതരിപ്പിക്കുന്ന ആ നായകോദയം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള ആധുനിക ഇംഗ്ലീഷ് നിയമ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു അഡ്വക്കേറ്റും ഒരു ലോയറും ഒരു ജസ്റ്റിസുമായി വളരുന്ന, തൻ്റെ തന്നെ കൊലപാതക കേസിൽ വിധി പുറപ്പെടുവിക്കുന്ന ജസ്റ്റിസ് യേശുദാസൻ എന്ന് പറയുന്ന ആ മരത്തൻ പുലയൻ എന്ന് പറയുന്ന ആ പൂർവാശ്രമത്തിലെ മരത്തൻ പുലയൻ്റെ ആ കഥ എഴുതിയ പിന്നെ അദ്ദേഹത്തെ നായകനാക്കിയ പോത്തേരി കുഞ്ഞമ്പുവിനെ കുറിച്ച് എന്തുകൊണ്ട് PK-ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എഴുതാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. അപ്പം അത് വലിയൊരു പ്രശ്നമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്ര, പിന്നെ നോവൽ സിദ്ധിയും സാധനയും, ചന്തുമേനോനൊരു പഠനം, ആശാൻ്റെ കാവ്യകല, എഴുത്തച്ഛൻ്റെ കല, എഴുത്തച്ഛൻ്റെ കവിത, അതുപോലെ തന്നെ മഹാഭാരത ചിന്തകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാഹിത്യ വിമർശനത്തിലേക്കും പിന്നീട് ഇതിഹാസ, കാവ്യേതിഹാസ പുരാണങ്ങളിലേക്കും അദ്ദേഹം കടന്നു കയറി. പക്ഷേ പോത്തേരി കുഞ്ഞമ്പുവിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. മറ്റൊരു വലിയ അഭാവം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, എന്നെ നിങ്ങൾ ഹിംസിക്കരുത്, എന്നോട് വിദ്വേഷം തോന്നരുത്. പക്ഷേ വിമർശമില്ലാതെ കേരള സമൂഹത്തിന് ഇനി അടി പോലും ഈ കേരളത്തിനോ ഇന്ത്യക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആരോഗ്യത്തെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് നാരായണ ഗുരു എന്ന ആന്തോളജി സാധ്യമാക്കിയ നോട്ട് പുസ്തകം തന്നെ കൊടുത്ത സഹോദരൻ അയ്യപ്പൻ്റെ ആശാനെക്കുറിച്ച് പഠിച്ചു, എഴുത്തച്ഛനെക്കുറിച്ച് പഠിച്ചു, വ്യാസനെക്കുറിച്ച്, വ്യാസ പൂർണിമ, ഗുരുപൂർണിമ എന്ന രീതിയിൽ വ്യാസപൂർണിമ ആഘോഷിക്കുകയാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ, പ്രത്യേകിച്ചും പരിവാര ശക്തികൾ. എന്താണിത്? ബുദ്ധൻ്റെ ആദ്യത്തെ ധമ്മഭാഷണത്തിൻ്റെ ദിനമാണ് ഇന്ന്. ആഷാഢ പൗർണമി, അസ്സലായി എന്ന പ്രയോഗം കേരള ഭാഷയിൽ ഉണ്ടാകുന്ന സംസ്കൃതത്തിൽ നിന്നല്ല, മറിച്ച് പാലിയിലെ അസല എന്ന് പറയുന്ന ഈ മാസത്തിൽ നിന്നാണ്. ആ അസലായിട്ടുള്ള പൗർണമി, പൂർണ്ണമി എന്നാണ് പാലിയിൽ പറയുന്നത്. അപ്പോൾ അസല പൂർണ്ണമി എന്ന് പറയുന്ന ആഷാഢത്തിലെ പൗർണമി ചന്ദ്രൻ ഇന്നാണ്. ഇന്ന് 3:30 വരെ എൻ്റെ സമയമുണ്ടായിരുന്നു, ഇന്നലെ തുടങ്ങിയതാണ്. അപ്പോൾ ആ ബുദ്ധൻ്റെ ആദ്യത്തെ സാരനാഥ് എന്ന് പറയുന്ന ഇസി പട്ടണത്തിലേക്ക് ബോധോദയത്തിന് ശേഷം 2 മാസത്തോളം നടന്ന് വൈശാഖ പൗർണമി, സഹോദരൻ അയ്യപ്പൻ്റെ കവിതയുണ്ട്, പൊങ്ങിനാൻ വൈശാഖത്തിൻ പൗർണമി ചന്ദ്രൻ സർവസന്താപ തമോപഹൻ എന്ന് പറഞ്ഞിട്ട് വൈശാഖ പൗർണമി അദ്ദേഹം വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ വൈശാഖത്തിലെ, മെയ് മാസത്തിലായിരുന്നു ആ പൗർണമി. ആ വൈശാഖത്തിലെ പൗർണമിയിലാണ് തൻ്റെ ഈ അനിത്യവാദം,
അനാത്മവാദം, സമുദയവാദം എന്ന തത്വചിന്ത, അല്ലെങ്കിൽ ചുരുക്കി ജനങ്ങളുടെ ഭാഷയിൽ ലളിതമായി പറഞ്ഞ ബോധോദയം അദ്ദേഹത്തിന് ഉണ്ടായത് പിന്നെ മെയ് മാസത്തിലെ അല്ലെങ്കിൽ വൈശാഖത്തിലെ പൗർണമിയിലാണ്. അത് ഗയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബൗദ്ധ് ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ അശോകൻ ഡയമണ്ട് സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ബോധി, മഹാബോധി എന്ന് പറഞ്ഞ വൃക്ഷം ഇപ്പോഴും വളരുന്നു. അത് രണ്ടാമത് പിന്നെ പല രാജാക്കന്മാരുണ്ടാക്കിയതാണ്. ആദ്യത്തേത് ശുംഗനും ശശാങ്കനും ഒക്കെ കരിച്ചു കളഞ്ഞു. പിന്നീട് ചില ബൗദ്ധ രാജാക്കന്മാർ വന്നപ്പോഴാണ് അത് രണ്ടാമത് ഉണ്ടാക്കിയത്. പക്ഷേ അന്ന് അശോകന്റെ മകൾ BC 2-ാം നൂറ്റാണ്ടിൽ പിന്നെ അനുരാധപുരത്തേക്ക് കൊണ്ടുപോയി നട്ട, ശ്രീലങ്കയിൽ കൊണ്ടുപോയി നട്ട ബോധിവൃക്ഷത്തിന്റെ ശാഖ ഇപ്പോഴും അനുസ്യൂതം 2300 വർഷങ്ങളായിട്ട് അവിടെ വളരുകയാണ്. യഥാർത്ഥത്തിൽ ബുദ്ധനും ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ്. എന്ന് പറഞ്ഞാൽ 2600 വർഷത്തിന് അധികം പഴക്കമുള്ള ഒരു വൃക്ഷമായിരുന്നു. അതിനെ കരിച്ചു കളഞ്ഞു ശുംഗൻ വന്നപ്പോൾ. പുഷ്യമിത്ര ശുംഗൻ ചതിയിലൂടെ ബൃഹദ്രഥ മൗര്യനെ കീഴ്പ്പെടുത്തി കൊലപാതകം ചെയ്ത് ചതിയിലൂടെ പിന്നിൽ നിന്ന് കുത്തിക്കൊന്ന് അധികാരത്തിലേക്ക് വന്ന് ബാബാ സാഹേബ് വിശദീകരിക്കുന്നുണ്ട്. മനുസ്മൃതി തന്നെ പടച്ചുണ്ടാക്കിയത്, ഇന്ന് പാഠപുസ്തകമാക്കി വെച്ചിരിക്കുന്ന മനുസ്മൃതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? ഈ ശുംഗൻ നടത്തിയ ബ്രാഹ്മണ സേനാനിയായിരുന്നു. അയാൾ തൻ്റെ ചക്രവർത്തിയെ ചതിയിലൂടെ വധിച്ചു, ആ ബൗദ്ധനായ ചക്രവർത്തിയെ കൊന്നു. അതിനെ ആ ബ്രാഹ്മണൻ നടത്തിയ കൊലപാതകത്തെ സാധൂകരിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ മനുസ്മൃതി പടച്ചുണ്ടാക്കിയത്. അതാണ് ഇപ്പോൾ പാഠപുസ്തകമാക്കി വച്ചിരിക്കുന്നത്. പല കോടതി വിധികളും സ്മൃതികളും ശ്രുതികളും ഉദ്ധരിക്കുകയാണ്. ശ്രുതികൾ നേരത്തെ തന്നെ ഉദ്ധരിക്കുന്നു. ശ്രുതി എന്ന് പറയുന്നത് നമുക്കറിയാം. നാരായണഗുരു പരിഹസിച്ച മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയോ എന്ന് ചോദിച്ച ഈ സാധനങ്ങളാണ് വേദങ്ങൾ, വേദാന്തങ്ങൾ, ഉപനിഷത്തുക്കൾ, ബ്രാഹ്മണകങ്ങൾ, ആരണ്യകങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ശ്രുതി. സ്മൃതി എന്ന് പറയുന്നത് 18ഓളം മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി. അതിലേക്ക് കടന്നാൽ സമയമില്ലാത്തത് കൊണ്ട് പ്രശ്നം ആണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീകരതയുടെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ നോട്ട് പുസ്തകം തന്നെ കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ ബൗദ്ധകാണ്ഡം 1920-കളിൽ തന്നെ എഴുതി പാടി നടന്ന് തല്ലുകൊണ്ട് ഇതുപോലെ കുത്താൻ പോലും ഓടിച്ച് 34 പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ ഒരു ബൗദ്ധകാണ്ഡം, ഈ പറഞ്ഞ വൈശാഖ പൗർണമി അടക്കമുള്ള കവിതകൾ, സമഭാവന ശരണം, സമഭാവന വരണം എന്നതടക്കമുള്ള സത്യസ്തോത്രം, മഹാമംഗളസ്തോത്രം, ഇങ്ങനെ ബുദ്ധകാണ്ഡ മഠത്തിലെ 18ഓളം കവിതകളുള്ള സഹോദരൻ അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ച് എന്തുകൊണ്ട് PK ബാലകൃഷ്ണൻ എഴുതാൻ കഴിഞ്ഞില്ല? വലിയൊരു ചോദ്യമാണ് നാം ചോദിക്കേണ്ട. ഇപ്പം ഏതാണ്ട് എത്രയോ സമയങ്ങളായി ആരും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ആശാനെ, എഴുത്തച്ഛനെയും വ്യാസനെ കുറിച്ച് പോലും വ്യാസപൂർണിമയാക്കി വെച്ചിരിക്കുന്ന ധമ്മദിനമാണിന്ന്. ധമ്മചക്ക പവത്തന ദിനം എന്ന് പറയുന്ന ചക്ക എന്ന് മലയാളത്തിൽ നമ്മൾ ചക്ക എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി? ധമ്മചക്രം പോലെ ഇരിക്കുന്നു, അതിൽ നിന്നാണ് അതിന് ചക്കാലക്കൽ എന്ന വീട്ടുപേര് കേരളത്തിലുടനീളം ആവർത്തിക്കുകയാണ്. എന്താണ് ചക്ക എന്ന് പറയുന്നത്? ധമ്മചക്രവും ബോധിവൃക്ഷവും 2 അശോകൻ ഇമേജുകളാണ്. അതിനെ പിന്നെ ആലയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് അങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ പല രീതിയിലാണ് ഇതെല്ലാം നമ്മുടെ അശോക ബൗദ്ധ പ്രബുദ്ധ പാരമ്പര്യം മൂടിവെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായി എഴുതിയത് പിന്നെ പത്രത്തിൽ മാത്രമല്ല, പ്രോസിൽ മാത്രമല്ല, കവിതയിൽ എഴുതി പ്രസിദ്ധീകരിച്ചത് അടികൊണ്ട് കൊല്ലാൻ പോലും ഓടിച്ച് ജീവൻ തൃണവൽക്കരിച്ച്, ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവന് ഭീഷണിയുണ്ട്. പക്ഷെ അന്ന് എന്തുമാത്രം ഭീഷണിയിലാണ് സഹോദരൻ ഇതെല്ലാം എഴുതി വെച്ചത്. ആ സഹോദരൻ കൊടുത്ത നോട്ട് പുസ്തകമാണല്ലോ നാരായണ ഗുരുവായി വന്നത്. എന്നിട്ട് എന്തുകൊണ്ട് സഹോദരൻ്റെ കവിതയെക്കുറിച്ച് ഒരക്ഷരം എഴുതാനോ പറയാനോ PK ബാലകൃഷ്ണന് കഴിഞ്ഞില്ല എന്ന ഒരു വലിയ പ്രശ്നം നമ്മളെല്ലാവരും സംബോധന ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതിന് ഉത്തരം മറ്റൊന്നുമല്ല. അപ്പോഴത്തേക്ക്, അതായത് 1960-കളാകുമ്പോഴേക്ക്, 50-കളുടെ അവസാനത്തോടുകൂടി ഞാൻ പറഞ്ഞു സഹോദരന് വയ്യാതായി 55-ൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതോടുകൂടി സവർണത പിടിമുറുക്കി കേരളത്തിൻ്റെ ഈ സാഹിതീയ ബോധം, ഈ പറഞ്ഞ പൊത്തേരി കുഞ്ഞമ്പു ഗുരുവും പിന്നെ സഹോദരനും മൂലൂരും പണ്ഡിറ്റ് കറുപ്പനും ജാതിക്കുമ്മി 1903-5 കാലത്ത് തൊട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ആളാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ. അപ്പം പണ്ഡിറ്റ് കറുപ്പനും മൂലൂരും സഹോദരനും ആശാനും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവം, യഥാർത്ഥത്തിലുള്ള നവോത്ഥാനത്തിൻ്റെ സാംസ്കാരിക വിപ്ലവം അപ്പോഴത്തേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 1950-കളുടെ അവസാനം 60-കളിൽ പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് എഴുതിയാൽ പുറത്തു വരികയില്ല, അത് എഴുതിയാൽ വെട്ടി നീക്കപ്പെടും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെടും, മാറ്റപ്പെടും.
അല്ലെങ്കിൽ അതിന് കറൻസി ഇല്ല, മറ്റു കാര്യങ്ങളാണ് എഴുതിയാൽ, വ്യാസനെക്കുറിച്ച് എഴുതിയാൽ വാൽമീകിയെക്കുറിച്ച് ഇപ്പോഴും അതാണല്ലോ, പുരാണ പട്ടത്താരങ്ങൾ നടത്തിയാണ് ശബരിമല ശൂദ്രലാള നടന്നത്. ശബരിമലയായിരുന്നു, ശബരിമലയാക്കി. എന്തിന്? പാതി സംസ്കൃതവൽക്കരിച്ചത് രാമായണവുമായി ബന്ധിപ്പിക്കാനാണ്. രാമായണത്തിൽ ശബരിയുമായി ബന്ധിപ്പിച്ച് അവിടെ രാമൻ വന്നു എന്ന മിത്തിനെ കൊഴുപ്പിക്കാൻ വേണ്ടിയാണ് ശബരിമല, ശബരിമാനികൾ മേഞ്ഞ മ്ലാവുകൾ, സാമ്പർ ഡിയറുകൾ മേഞ്ഞ സംഘസാഹിത്യത്തിൽ തമിഴിൽ ഇപ്പോഴും ശബരിമല എന്ന് പറയുന്ന പ്രദേശത്തെ ശബരിപ്പ ഒരൊറ്റ ഉച്ചാരണത്തിലെ, ഒരൊറ്റ അക്ഷരത്തിന്റെ ഉച്ചാരണത്തിലെ മാറ്റമുള്ളൂ. ശബരിമലയാക്കി, ശബരിമലയെ ശബരിമലയാക്കി. മോഡേൺ കോർണർ പോലും അത് സർവേ ചെയ്ത ബ്രിട്ടീഷുകാരടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല അല്ലെങ്കിൽ സബരിമല, ചായും സായും തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആ രീതിയിലാണ്. അപ്പം അതിനെയാണ് 1903 ഈ ആന്ധ്രത്ത് നിന്ന് ഈ വജ്രയാനികളായ തന്ത്രികളെ ഒക്കെ കൊണ്ടുവന്ന് താന്ത്രിക പൗരോഹിത്യ ആൺകോയ്മയെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഹൈന്ദവീകരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റമാണ് 60കൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 80കളിൽ അദ്ദേഹം മറ്റൊരു പരിശ്രമം നടത്തി, വീണ്ടും ചരിത്ര രചനയിൽ. അപ്പോൾ സാഹിത്യ വിമർശം, സാഹിത്യ ചരിത്രം, അത്തരത്തിലുള്ള രചനകളിൽ കൂടെ താൻ വ്യാസനിലേക്കും വിഘ്നേശ്വരനിലേക്കും രാമായണ മഹാഭാരത രീതികളിലേക്ക് പോകുന്നു എന്ന് സ്വയം വിമർശം എന്തോ അദ്ദേഹം ചരിത്രത്തിലേക്ക് വീണ്ടും കയറാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രചനയായി എല്ലാവരും വാഴ്ത്തുന്ന ഈ പറയുന്ന ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന് പറയുന്ന 1983-84 കാലത്ത് വന്നിട്ടുള്ള പുസ്തകമാണ്. അത് വലിയൊരു ബ്രേക്കാണ്. അത് വളരെ വിശാലമായിട്ടുള്ള ജ്ഞാനസിദ്ധാന്തപരമായ ഒരു വിച്ഛേദമാണ് അന്നത്തെ നിലവിലിരുന്ന ചരിത്ര വിജ്ഞാനിയെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അതിൽ അദ്ദേഹം വളരെ ശക്തമായ ഒരു ഇടപെടൽ, അന്ന് വരെ സ്വന്തം ജാതിയുടെ മേന്മാവാദങ്ങൾ എഴുതുന്ന ഒരു ചരിത്ര രചനാ പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കൊച്ചിയുടെ ചരിത്രമാണെങ്കിലും KP പത്മനാഭമേനോനാണെങ്കിലും പുത്തേഴത്താണെങ്കിലും ശ്രീധരമേനോനാണെങ്കിലും അതിൽ നിന്നൊരു ഒരു അപവാദം എന്ന് പറയാവുന്നത് നമുക്ക് ഇളംകുളം കുഞ്ഞമ്പിള്ള മാത്രമേ. ആധുനിക ചരിത്ര വിജ്ഞാനി, കേരളത്തിൻ്റെ ആധുനിക ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ വിധാതാവായ, അത് മലയാള ഭാഷാധ്യാപകനായിരുന്ന പ്രൊഫസർ ഇളംകുളമാണ് ചരിത്രത്തിൻ്റെ കേരള സർവകലാശാലയുടെ ഓണററി പ്രൊഫസറായി മാറിയത്. പക്ഷെ നിർഭാഗ്യകരമായൊരു വസ്തുത, ഇളംകുളം കുഞ്ഞൻപിള്ള എഴുതിയ കേരളത്തിൻ്റെ പ്രബുദ്ധ ചരിത്രത്തെ പോലും പുറത്തു വരാൻ കേരളത്തിൻ്റെ ഈ പറയുന്ന സവർണ സമവായം അല്ലെങ്കിൽ മലയാള കുലീനത അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഡോക്ടർ എൻ സാം എഡിറ്റ് ചെയ്ത് 8 വാല്യങ്ങളായി കേരള സർവകലാശാല പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ 2ാം വാല്യം വന്നപ്പോൾ തന്നെ മലയാള കുലീനത തന്നെ, നായർ സമുദായത്തിൽ തന്നെ ജനിച്ച പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ രചനകൾ അവിടെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇളംകുളത്തിനെ കുറിച്ചടക്കമുള്ള രൂക്ഷമായ വിമർശനം നമുക്ക് PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൽ കാണാവുന്നതാണ്. പക്ഷെ അത് അമിതമായിട്ടുള്ളൊരു വിമർശനമാണ്. ഇളംകുളത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പല വിമർശനങ്ങളും അത്ര സാധുവാണോ എന്ന് നാം ഇപ്പോഴത്തെ കേരള ചരിത്ര വിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായി നോക്കേണ്ടതുണ്ട്, വിമർശിക്കേണ്ടതുണ്ട്. അതേസമയം അദ്ദേഹം നടത്തിയ വലിയ കാതലായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ഭൂമികാ മാറ്റം എന്ന് പറയുന്നത് അന്നുവരെ ജാതി ചരിത്രങ്ങളായിട്ടും സവർണ മേന്മാവാദങ്ങളായിട്ടും ബ്രാഹ്മണികമായിട്ടുള്ള ആഖ്യാനങ്ങളായും കൊണ്ടുവന്നുകൊണ്ടിരുന്ന ചരിത്രത്തെ അദ്ദേഹം ജാതി വ്യവസ്ഥിതിയിലൂടെ പ്രശ്നവൽക്കരിച്ചു. ജാതി വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്ര രൂപീകരണങ്ങളെ വിമർശാത്മകമായി നോക്കിക്കാണാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിന് പറ്റിയ ഒരു പിഴവ്, അല്ലെങ്കിൽ പല പിഴവുകളിൽ ഒന്ന് ഇളംകുളത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ വസ്തുത, കേരളത്തിന് ഒരു ഭൂതകാലമേ ഇല്ല. വെറും നൊമാഡുകളുടെയും പെറുക്കുത്തീനുകളുടെയും അല്ലെങ്കിൽ അപരിഷ്കൃതരായ ആദിവാസികളുടെയും മേഖല മാത്രമായി, ആദിവാസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് മോശമായ അർത്ഥത്തിലല്ല കേട്ടോ, അതെന്ന് പറഞ്ഞാൽ ആദിമ നിവാസികൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഹിസ്റ്ററിയിൽ പല സ്റ്റേജുകളുണ്ട് നമുക്കറിയാം. പിന്നെ ശിലായുഗം, അതുപോലെ തന്നെ താമ്രയുഗം, ഇരുമ്പ് യുഗം എന്നൊക്കെ പറയുന്ന തരത്തിൽ അദ്ദേഹത്തെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ജീനിയോളജി ഹിസ്റ്ററിക്കകത്ത് തന്നെയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആധുനിക പരിഷ്കരണങ്ങളൊന്നുമില്ലാത്തൊരു നാടായിട്ടാണ് മധ്യകാലം വരെ കേരളം കിടന്നത് എന്ന ഒരു ഒരു ഡോഗ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൗഢ്യവാദം അതിലൂടെ അദ്ദേഹം
മറ്റൊരു വിധത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. അപ്പം ഇങ്ങനെ പല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കാതലായിട്ടുള്ള കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പിന്നെ ആദ്യകാലം മുതൽ വന്നിട്ടുള്ള പുത്തേഴത്തിൻ്റെയോ കെ.പിയുടെയോ അല്ലെങ്കിൽ ശ്രീധരമേനോൻ്റെയോ ഇളംകുളത്തിൻ്റെയോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്ന വളരെ കാതലായ ഒരു വിമർശാവബോധം, ജാതി വ്യവസ്ഥയെ വിമർശിക്കുന്ന, ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്ന, ഒരു ചാതുർവർണ്ണത്തെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു തലം അതിനുണ്ട്. അതതിൻ്റെ മഹത്വം തന്നെയാണ്. അതേസമയം തന്നെ അതിന് ചില പ്രശ്നങ്ങളും പരിമിതികളും കൂടിയുണ്ട്. സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ അതിലേക്ക് അധികം കടക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നതാണ്. പിന്നെയാണ് അദ്ദേഹം ഈ ചരിത്രം, സാഹിത്യ ചരിത്രം, സാഹിത്യ വിമർശം, ഇതിൽ നിന്ന് അദ്ദേഹം പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. രാഷ്ട്രീയ ജീവിതം സമാന്തരമായി പോകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലം കോൺഗ്രസിലേക്ക് അദ്ദേഹം ആകർഷണനായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു, അറസ്റ്റ് വരിച്ചു, ജയിൽവാസം അനുഭവിച്ചു, വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി. അപ്പോൾ പിന്നീട് പൊതുവായ എഴുത്ത്, പ്രസംഗം, അച്ചടി, പ്രസാധനം ആ രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. കോൺഗ്രസിൻ്റെ തന്നെ യുവജന അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗം ആസാദ് എന്ന് പറയുന്ന ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിലുള്ള വലിയ ശക്തി പി കെ ബാലകൃഷ്ണൻ, ചെറിയ വിദ്യാർത്ഥി, ഇൻ്റർമീഡിയറ്റ് ഒരു വിദ്യാർത്ഥി, ആ ലെവലിലാണ് അദ്ദേഹം ആസാദ് മാസികയിലെ പ്രധാന എഴുത്തുകാരനായിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് തന്നെ അതിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പരിണാമം കോൺഗ്രസിനകത്ത് തന്നെ ദേശീയവാദത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം വിമർശാത്മകമായി മനസ്സിലാക്കുന്നു. അപ്പോൾ മത്തായി മാഞ്ഞൂരാൻ അവതരിപ്പിച്ചിട്ടുള്ള ആ സോഷ്യലിസ്റ്റ് പരിണാമം അങ്ങനെ സോഷ്യലിസത്തിലേക്ക് വരുന്നു. പിന്നെ ആസാദിൻ്റെ മാത്രമല്ല, ആസാദ് വിട്ട് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ആ പ്രസിദ്ധീകരണത്തിൽ അവിടെ എഴുതാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം കേരളകൗമുദിയിലെ എഡിറ്റോറിയൽ ബോർഡ് അംഗം എന്ന നിലയിൽ അദ്ദേഹം വന്നു. പക്ഷേ അവിടെ കാര്യമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയോന്നല്ലോ. ദീർഘകാലം കേരളകൗമുദിയിൽ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിട്ട് അദ്ദേഹം സേവനം ചെയ്തു. പിന്നെയാണ് കേരളഭൂഷണത്തിൻ്റെ എഡിറ്ററായിട്ട് തന്നെ വന്നു, മുഖ്യ പത്രാധിപരായിട്ട് തന്നെ വന്നു. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഇടയ്ക്ക് വേറൊരു പത്രം കൂടെ വന്നു, ഞാൻ ആ പേര് വിട്ടുപോയി. അതിൻ്റെയും ഏതാണ്ട് മുഖ്യ പത്രാധിപന്മാരിൽ ഒരാളായിട്ട് ആണ് വർക്ക് ചെയ്തത്. കേരളഭൂഷണം, പിന്നെ എന്താണ് ദിനമണി, അങ്ങനൊരു പത്രം ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്കറിയാം ഏതാണ്ട് അന്ത്യകാലത്താണ് പിന്നെ മാധ്യമം ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ഒരു ഓണററി എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം സേവനം ചെയ്തു. അപ്പോൾ പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അന്ത്യകാലത്തേക്ക് വരുമ്പോൾ പത്രാധിപർ എന്ന നിലയിലാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം സാഹിത്യത്തിൻ്റെ ഈ പിന്നെ കഥയുടെയും ആഖ്യാനത്തിൻ്റെയും തലത്തിലേക്ക് തന്നെ, പ്രോപ്പർ സാഹിത്യത്തിലേക്ക് തന്നെ കടന്നു. അങ്ങനെയാണ് നോവൽ എഴുതുന്ന, കഥ മാത്രമല്ല നോവൽ എന്ന് പറയുന്ന വലിയ ആഖ്യാനം, ആഖ്യായിക എന്ന് പറയുന്ന പെരിയാഖ്യാനത്തിലേക്ക് കടക്കുകയും ഇവിടെ സൂചിപ്പിച്ച നോവലുകൾ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവൽ, അതുപോലെ പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന് പറയുന്ന നോവൽ, കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ സിംബോളിക്കായിട്ടുള്ള മീനിങ്ങുള്ള അലീഗറിയാണത്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതേസമയം നമുക്ക് വായിച്ചാൽ പുതിയ രാഷ്ട്രീയ ധ്വനികൾ കിട്ടാവുന്ന തരത്തിലുള്ള ബഹുസ്വരമായ നോവലിൻ്റെ ഒരു ആഖ്യാനത്തിലേക്ക് അദ്ദേഹം കടക്കുകയുണ്ടായി. അപ്പോൾ അതിലൂടെയാണ് പ്രശസ്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മകൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് രണ്ടാമത്തെ ട്രാൻസ്ലേഷനാണ്. ഒരു ട്രാൻസ്ലേഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോഴാണ് മകൾ ജയലക്ഷ്മി രണ്ടാമത്തെ ഒരു ട്രാൻസ്ലേഷൻ ഇപ്പോൾ നടത്തി പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ഒരു 3-4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോവലിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തിയുണ്ട്. പക്ഷെ അവിടെയും നോക്കണം, അദ്ദേഹം ഈ മഹാഭാരതത്തെ ഉപജീവിച്ചു. വളരെ വ്യത്യസ്തമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഒരു ശൂദ്രൻ്റെയും ഒരു പിന്നെ എന്താണ് ബഹുഭർത്തൃത്വത്തിൻ്റെയും ഒക്കെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയുടെയും പാഞ്ചാലിയുടെയും പരിപ്രേക്ഷ്യത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതൊക്കെ വളരെ വലിയ വിപ്ലവകരമാണ്. പക്ഷേ അവിടെയും ഇതിഹാസ പുരാണ ആഖ്യാനങ്ങളെ, മഹാഭാരത രാമായണ ആഖ്യാനങ്ങളെ, പുരാണ പട്ടത്താനങ്ങളെ പിന്നെ പിൻപറ്റുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പരിമിതി, അദ്ദേഹത്തിൻ്റെ സന്ദർഭങ്ങൾ, സമ്മർദ്ദ സന്ദർഭങ്ങൾ, കേരളത്തിൻ്റെ ഈ സവർണാധീശ പരമായിട്ടുള്ള മഹാഭാരതത്തെയും രാമായണത്തെയും പ്രമാണമാക്കി. ഇതൊരു പ്രമാണമല്ല, രാജഗോപാൽ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഈ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ ഗോപി മാത്രമല്ല, അതിനു മുമ്പ് രാജഗോപാലും കേന്ദ്രമന്ത്രിയായിരുന്നു. രാജഗോപാൽ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ വിളിച്ചു പറഞ്ഞു, സത്യം പറഞ്ഞു. ഇതെന്താണ്, കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ സംഘപരിവാര സംഘടനകളൊക്കെ കൂടി കേരളത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ ഈ പദസഞ്ചലനങ്ങളും അല്ലെങ്കിൽ മറ്റേ എന്താണ് പിന്നെ ശിലാന്യാസങ്ങളും പരിപാടികൾ പോലെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത്
സ്റ്റേജ് മാനേജ് ചെയ്തെടുത്ത ഒരു പരിപാടിയാണ് ഈ രാമായണ മാസാചരണം, രാമായണ പരിപാടി. ഇപ്പോൾ ഈ ദൂരദർശനിലും ആകാശവാണിയിലും ഇത് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുകയാണ് കഴിഞ്ഞ 20 വർഷത്തിൽ. അത് തുടങ്ങിയതാകട്ടെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയം മുതലാണ്. കേന്ദ്രത്തിൽ എപ്പോഴെല്ലാം ഈ പറയുന്ന ഹിന്ദു ദേശീയവാദ കക്ഷി വരുന്നോ ഉടനെ കേരളത്തിൽ നടക്കുന്നത് ഈ രാമായണ മഹാഭാരത പരിപാടികളാണ്. അതിനെ വിമർശിക്കാനെന്ന പേരിൽ നടത്തിയതാണ് നമ്മുടെ അക്കാദമികൾ. രാവിലെ മഹാഭാരത പാരായണം, വൈകിട്ട് ഗീതാഗിരി സ്വാമിയുടെ ഗീതാ പ്രഭാഷണം. ഇതായിരുന്നു നമ്മുടെ 3 അക്കാദമികൾ. സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, മറ്റേ അടക്കം എല്ലാ അക്കാദമികളും കൂടി തൃശ്ശൂർ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇതുപോലെ ഈ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ അവിടെ ഈ പരിപാടിയായിരുന്നു. മഹാമഹങ്ങളായിരുന്നു. ഭാഗവത സപ്താഹങ്ങൾ പോലും നാടിപ്പിക്കുന്ന രീതിയിലുള്ള മഹാഭാരത രാമായണ പട്ടത്താനം, വൈകിട്ട് ഗീതാഗിരി. 1910 ഗുരു നിരസിച്ച കാര്യമാണ് കൊല്ലുന്നവനിന്റെ ശരണ്യത. കൊല്ലുകയും കൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാഠം എങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും? അത് മനുഷ്യരാശിക്കെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ബാബാ സാഹിബിന്റെ ഭരണഘടന ആദ്യം അസാധുവാക്കുന്നത്, നിയമപരമായി നിരോധിക്കുന്ന ആ ജാതിഹിംസയാണ്. കൊല്ലാൻ പഠിപ്പിക്കുന്ന എന്ത് റിലീജിയൻ ഉണ്ടോ അതിനെ തീർത്താലേ ഈ ജാതിയെ തീർക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്. അത് ഡൈനമൈറ്റ് വെച്ച് തകർക്കും. അത് സ്വാതന്ത്ര്യ സമത്വ സഹോദര്യങ്ങൾക്ക്, ഈ പറഞ്ഞ ബുദ്ധന്റെ ആശയമാണ് 2600 വർഷം പഴക്കമുള്ള മൈത്രി കരുണ മുദിത്വ പ്രജ്ഞ എന്ന് പറയുന്ന, ഉപേക്ഷ എന്ന് പറയുന്ന ആശയങ്ങൾക്ക് എതിരാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരം. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. ആധുനിക ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയതുകൊണ്ട് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് എഴുതിയിരിക്കുകയാണ്. ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നാണ്. സോഷ്യൽ ജസ്റ്റിസിനാണ് അവിടെയും പ്രാധാന്യം പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന ഭരണഘടന നിലവിലുള്ളപ്പോൾ എങ്ങനെ ഭരണഘടനാ വിധേയമായി പൊതുധനം ഉപയോഗിച്ച്, ബഹുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഇത്തരം മനുഷ്യവിരുദ്ധമായ, കൊല്ലുകയും കൊല്ലാൻ പഠിപ്പിക്കുകയും വംശഹത്യാപരവുമായിട്ടുള്ള പാഠങ്ങൾ അതിനെ പഠിപ്പിക്കാൻ കഴിയും? മനുസ്മൃതി പാഠപുസ്തക ലിസ്റ്റിലേക്ക് അതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റിൽ ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല നേരിട്ട് പഠിപ്പിക്കുന്നതല്ല. പക്ഷെ അതിനെപ്പോലും നാം വളരെ ജാഗ്രതയോടെ കാണുകയും അതിനെതിരായി അന്ത്യം വരെ സമരം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പം ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള അതിഭീകരതയുടെ ഒക്കെ ഒരു സന്ദർഭം അതായിരിക്കാം ഒരുപക്ഷെ PK ബാലകൃഷ്ണനെയും ഈ പുരാണങ്ങളിലേക്കും മഹാഭാരതത്തിലേക്കും ഒക്കെ എത്തിച്ചത്. സഹോദരൻ അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ച് എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പോത്തേരി കുഞ്ഞമ്പുവിനെ കുറിച്ച് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ വിമർശ വിചിന്തനവും കൂടി PK ബാലകൃഷ്ണൻ്റെ രചനാലോകത്തെക്കുറിച്ച് വേണ്ടതാണ്. അതില്ലാതെ സഹോദരനെ ആകട്ടെ, PKB ആകട്ടെ, ബഷീർ മിസ്റ്റർ തോട്ടൻ എന്ന് പറയുന്ന ഈ ചിന്തകനെ ആകട്ടെ, ഉറങ്ങാത്ത മനീഷി, ധനുമാഷിൻ്റെ പുസ്തകമാണ്. ഉറങ്ങാത്ത മനീഷി എന്ന് പറയുന്ന, അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. കാരണം 4 മണി വരെ ഇത് എഴുത്തും വായനയായിരിക്കുമല്ലോ. പിന്നെ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് വേണം ഈ പത്രാഫീസിലെ പണികളിലേക്ക് പോകണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഏതായാലും വളരെ അധ്വാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനയുടെ സിംഹഭാഗവും അധീശത്വം കവർന്നിരിക്കുന്നു, ഗ്രസിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടി മനസ്സിലാക്കി ആ തെറ്റുകൾ തിരുത്തിയാലല്ലാതെ സഹോദരൻ്റെ സമുദായവാദത്തെയോ ഗുരുവിൻ്റെ മനുഷ്യവാദത്തെയോ നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആധുനിക കേരളത്തെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന ഒരു എളിയ ഓർമ്മപ്പെടുത്തൽ മാത്രം, ഒരു വിമർശ വിചിന്തനം മാത്രം നിങ്ങളുടെ മുമ്പാകെ ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, സമയം അതിക്രമിച്ചതുകൊണ്ട് ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നമ്മുടെ സഹോദരങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം.